ഇറാന്റെ പുതിയ പരമോന്നത നേതാവായിട്ടുള്ള മുസ്തഫ ഖാംനെയിനെ റഷ്യയിലോട്ട് മാറ്റിയതായിട്ടുള്ള ചില അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാന്റെ ഡ്രോണുകൾ കോപ്പിയടിച്ച് അതേ ഡ്രോണുകൾ മേക്ക് ചെയ്തിട്ട് അമേരിക്കയും ഇസ്രായേലും ഗൾഫ് കൺട്രീസിലോട്ട് വിട്ട് അത് ഇറാന്റെ തലയിലൊക്കെ ഇടാനുള്ള ചെറുതായിട്ടുള്ള ഒരു പരിപാടികളും ഇതിൻ്റെ ഇടയിലൂടെ കാണിച്ചു കൂട്ടുന്നുണ്ട്. ഇറാന്റെ ഉന്നത സുരക്ഷാ മേധാവിയായിട്ടുള്ള അലി ലാരിജാനി ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് 9/11 നമുക്ക് എല്ലാവർക്കും അറിയാം, വേൾഡ് ട്രേഡ് സെന്റർ എങ്ങനെയാണോ അമേരിക്ക പ്ലാൻ ചെയ്തിട്ട് പൊളിച്ചത് എന്നുള്ള കഥകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ മറ്റൊരു പ്ലാനിങ് കൂടെ ഇപ്പം അമേരിക്കയിൽ നടക്കുന്നുണ്ട്. ഇസ്രായേൽ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. 9/11 പോലത്തെ വേൾഡ് ട്രേഡ് സെന്ററിന്റെ ആക്രമണം പോലത്തെ മറ്റൊരു ആക്രമണം അമേരിക്കയിൽ ഉണ്ടാക്കുക, അത് എന്നിട്ട് ഇറാന്റെ തലയിൽ കെട്ടിവെക്കുക, എന്നിട്ട് ലോകത്തിലെ എല്ലാവരും ഇറാനെതിരെ അല്ലെങ്കിൽ അമേരിക്കൻസ് ഇറാനെതിരെ നീക്കാനുള്ള ഒരു വലിയ ഗൂഢാലോചന ഇതിന് പിന്നിൽ നടക്കുന്നുണ്ട് എന്നാണ് അലി ലാരിജാനി ഇന്നലെ ഒരു പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ളത്. വെടിനിർത്തൽ കരാർ വേണം, അതല്ലെങ്കിൽ വെടിനിർത്താൻ ഇറാൻ പറഞ്ഞു എന്ന് ആരാണ് പറഞ്ഞത് എന്നും കൂടെ നമ്മുടെ അബ്ബാസ് അറാച്ചി ചോദിച്ചിട്ടുണ്ട്. അതായത് വെടിനിർത്താൻ ഞങ്ങളായിട്ട് ആരുടെയും കാല് പിടിക്കാനും ഞങ്ങൾ ആരുടെയും പിന്നാലെ പോയിട്ടില്ല, പിന്നെ ആരാണ് അത് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നന്നായിരുന്നു എന്നും കൂടെ മറ്റൊരു പ്രസ്താവനയും കൂടെ ഇറാന്റെ നേതാക്കളുടെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. നമുക്കേതായാലും ഇന്നത്തെ കുറച്ച് അപ്ഡേറ്റുകൾ പറയാം. ഇന്നലെ ലൈവിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലൂടെ കിടക്കാം. ആദ്യം തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് അല്ലെങ്കിൽ കമൻറ്റും ഷെയറുകളൊക്കെ ചെയ്ത് തന്നെ നിങ്ങൾ കാണണം. മാക്സിമം ആൾ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. ഈ ചാനൽ ഡൗൺ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അത്രയും നമ്മുടെ സംഘശക്തികൾ സംഘടിതമായിട്ട് തന്നെ പരിപാടികൾ നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഇടയ്ക്കിടയ്ക്ക് വീഡിയോയുടെ ഇടയ്ക്ക് പറയേണ്ടി വരുന്നത്. നമുക്ക് ഏതായാലും ഇന്നത്തെ അപ്ഡേറ്റിലോട്ട് പോവാം. ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള മുസ്തഫ ഖാംനെ റഷ്യയിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്നുള്ള ചില അമേരിക്കൻ ഇൻ്റലിജൻസ് റിപ്പോർട്ട് എന്നും പറഞ്ഞിട്ട് ചില ആളുകളുടെ വീഡിയോസ് ഞാൻ കണ്ടു. എത്രത്തോളം വിശ്വസനീയമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ചാനൽ കാണുന്നുണ്ട്. കുറേ അപ്ഡേറ്റഡ് കാര്യങ്ങളാണ് അതിൽ വരാറുണ്ടായിരുന്നത്. അതായത് മുസ്തഫ ഖാംനെയ്ക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ടായിട്ടുണ്ട്. നെതന്യാഹുവിനെ പോലത്തെ അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ പോലെ ബങ്കറിൽ ഒളിച്ച് നടക്കാത്ത ഒരാളായതുകൊണ്ട് തന്നെ ഒരുപാട് ബോംബാക്രമണങ്ങൾ അവരുടെ മേലോട്ട് അല്ലെങ്കിൽ ഇറാന്റെ ഓരോ നേതാക്കൾക്കെതിരെയും അമേരിക്ക തൊടുത്തു വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. പരിക്ക് പറ്റിയതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ബെറ്റർ ട്രീറ്റ്മെൻറ്റിനും കൂടെ വേണ്ടിയിട്ടാണ്. കാരണം ഇറാനിൽ ഇപ്പം ഒരു യുദ്ധാവസ്ഥ ആയതുകൊണ്ട് തന്നെ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുമോ എന്നുള്ള ഉറപ്പില്ലാത്തത് കൊണ്ടും, കാരണം ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും ബോംബിങ് ചെയ്യുന്നത് ഇറാനിലെ സ്കൂളുകൾക്കെതിരെയും അല്ലെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റലിനെതിരെയൊക്കെ ആയതുകൊണ്ട് തന്നെ ആളിപ്പം റഷ്യൻ വ്ളാഡിമിർ പുടിൻ്റെ സഹായത്തോടു കൂടി അതല്ലെങ്കിൽ പുടിൻ്റെ വാക്കുകൾക്ക് കേട്ടിട്ടാണ് ഇപ്പം റഷ്യയിലോട്ട് മാറിയിട്ടുള്ളത് എന്നുള്ള ചില റിപ്പോർട്ടുകളാണ് വരുന്നത്. ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുള്ളത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ബോംബാക്രമണത്തിൽ ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട് ഇറാന്റെ പുതിയ ഭരണാധികാരിക്ക്. അതീവ രഹസ്യമായിട്ടാണ് റഷ്യയിലേക്ക് മാറ്റിയതായിട്ട് കുവൈറ്റ് ചില മാധ്യമങ്ങളും കൂടി ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ റിപ്പോർട്ട് അമേരിക്കൻ രഹസ്യാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് പുറത്തോട്ട് വന്നിട്ടുള്ളത്. റഷ്യയിലെ ഒരു പ്രസിഡൻഷ്യൽ കൊട്ടാരത്തോട് ചേർന്നുള്ള ഒരു ഹോസ്പിറ്റലിലോട്ടാണ് അദ്ദേഹത്തിന് ശസ്ത്രക്രിയ നടന്നതായിട്ടും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. മുസ്തഫ ഖാംനെ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തനിക്ക് സംശയമുണ്ടെന്നും കൂടെ കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് വന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഡൊണാൾഡ് ട്രംപിനോ അതല്ലെങ്കിൽ നെതന്യാഹുവിനോ അല്ലെങ്കിൽ അവരുടെ മൊസാദിനോ CIA ഒരു പൂർണ്ണ രൂപം ഇതുവരെ മുസ്തഫ ഖാംനെയെ പറ്റി കിട്ടിയിട്ടില്ല. കാരണം അവരുടെ മൊസാദും CIAയും ഒക്കെ മാക്സിമം അവരുടെ കംപ്ലീറ്റ് ഇൻ്റലിജൻസ് കെണിഞ്ഞ് ട്രൈ ചെയ്യുന്നുണ്ട് ആളെ ട്രാക്ക് ചെയ്യാനും ലൊക്കേറ്റ് ചെയ്യാനും. പക്ഷേ ഇതുവരെ ആളുടെ ഒരു ഡീറ്റെയിൽസും കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പം ചില റിപ്പോർട്ടുകൾ ഇങ്ങനെ റഷ്യയിലോട്ട് മാറ്റിയിട്ടുണ്ട്. അവിടുന്ന് ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ കാരണം ആളിനെ അവിടെ ഒരു വലിയ ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയിട്ടുണ്ട്. അത് പുടിൻ്റെ ആവശ്യപ്രകാരമാണ്. പുടിനാണ് അങ്ങനെ ഒരു രഹസ്യ നീക്കം ഇതിൻ്റെ ഇടയിൽ കൂടെ ചെയ്തത് എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഏതാണെങ്കിലും നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മാർക്കോ റൂബിയോ വന്നിട്ട് 10 ലക്ഷം USD ആണ് ആളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നവർക്ക് ഇനാമായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ തന്നെ നമുക്കറിയാം ആളുടെ ലൊക്കേഷൻ ഇതുവരെ ട്രേസ് ചെയ്യാൻ ഈ പറഞ്ഞ 2 പോക്കിരി രാജ്യങ്ങൾക്കും പറ്റിയിട്ടില്ല എന്നുള്ളത്. ഏതാണെങ്കിലും ഇങ്ങനൊരു റിപ്പോർട്ട് വന്ന് കിടക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. അറിയില്ല, നമുക്ക് നോക്കാം. ഇന്നും നാളെയൊക്കെ ആയിട്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരും. അതല്ല ഇനി ഇതുവരെ ഇതുപോലും അമേരിക്കൻ ഇൻ്റലിജൻസിന് കിട്ടിയിട്ടുള്ള ഒരു തെറ്റായിട്ടുള്ള ന്യൂസാണോ എന്ന് കൂടെ നമുക്ക് നോക്കാം. നമ്മൾ ഏതായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു കാര്യം പറയാനുള്ളത്. പിന്നെ ഇന്നലെ ഇറാൻ്റെ
സെക്യൂരിറ്റി ഗാർഡ് ഹെഡായിട്ടുള്ള അലി ലാരിജാനി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്തത് 9/11 എന്നുള്ള ഡേറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അത്തരത്തിലൊരു വൻ പ്ലാനിങ് തന്നെ അമേരിക്ക ചെയ്ത് അതൊരു ഭീകരാക്രമണമാണെന്ന് തെളിയിച്ച് അമേരിക്ക തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഭീകര സംഘടന വെച്ചിട്ട് അതിനെ ഉന്മൂലനം ചെയ്യാൻ അമേരിക്ക തന്നെ കണ്ടുപിടിച്ചിട്ടൊരു വലിയ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ളൊരു വലിയൊരു ദുരന്തം അമേരിക്കയിൽ ഉണ്ടാക്കി. അതിനുശേഷം അമേരിക്ക ഏത് രീതിയിലാണ് ബില്ലാദിൻ്റെ പിന്നാലെയും അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ്റെ പിന്നാലെയൊക്കെ പോയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥകളാണ്. അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു യുദ്ധത്തിൽ തോറ്റു നിൽക്കുന്ന ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇതുപോലത്തെ മറ്റൊരു ദുരന്തം ഉണ്ടാക്കേണ്ട സമയമായെന്നും അത് അമേരിക്കയിൽ എത്രയും പെട്ടെന്ന് ഇസ്രായേൽ എക്സിക്യൂട്ട് ചെയ്യും എന്നുമാണ് അലി ലാരിജാനി പറഞ്ഞത്. അത്തരത്തിലൊരു ആക്രമണം ഉണ്ടാക്കിയതിനു ശേഷം അത് ഇറാൻ്റെ തലയിലോട്ട് കെട്ടിവെക്കുക, ലോകരാജ്യങ്ങളെ ഇറാനെതിരെ തിരിക്കുക, അതുപോലെ തന്നെ അമേരിക്കയിലെ ജനങ്ങളെ ഇറാനെതിരെ തിരിക്കുക. കാരണം അമേരിക്കയിലെ ജനങ്ങളും ലോകരാജ്യങ്ങളും ഇപ്പം അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരെയാണ് നിൽക്കുന്നത്. അപ്പം അത് ആ ഒരു ട്രെൻഡ് മാറ്റി കുറിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ളൊരു വലിയ പദ്ധതി എന്താ പറയുക അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് അലി ലാരിജാനി പറഞ്ഞത്. പുള്ളി മറ്റൊരു കാര്യം കൂടെ വ്യക്തമാക്കി, ഞങ്ങൾക്ക് അമേരിക്കയിലെ ജനങ്ങളോട് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നില്ല, അമേരിക്കൻ ഭരണകൂടത്തിനുള്ള അമേരിക്കയുടെ താല്പര്യങ്ങളോട് മാത്രമാണ് ഞങ്ങളുടെ യുദ്ധം എന്നും കൂടെ പുള്ളി വ്യക്തമായിട്ട് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനൊരു ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം കൂടെ ഇന്നലെ അലി ലാരിജാനി ഇറാൻ്റെ IRGCയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. നമുക്കറിയാം അമേരിക്ക അത് ചെയ്യും, ഇസ്രായേൽ അതിൻ്റെ കൂടെ നിൽക്കും. അവരങ്ങനെ തന്നെ ചെയ്ത് ആളുകളെ കൊല്ലുന്നതും അല്ലെങ്കിൽ ആളുകളെ ഇല്ലാണ്ടാക്കുന്നതും അവർക്കൊരു പ്രശ്നമേ ഉള്ള കാര്യമല്ല. അവർക്ക് അവരുടെ താല്പര്യങ്ങൾക്കും അവരുടെ ചിന്തകൾക്കും വേണ്ടിയിട്ട് അവർ ഏത് രീതിയിലും ലോകത്തിനെ മാറ്റിമറിക്കുന്ന ആളുകളാണെന്ന് നമ്മൾ വർഷങ്ങളായിട്ട് കാണുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. ലോക പോലീസല്ല, ലോക ഗുണ്ട, തേർഡ് റേറ്റ് ലോക ഗുണ്ടയാണ് അമേരിക്ക. അതിന് കൂട്ടുപിടിക്കുന്ന അതുപോലെ തന്നെ മറ്റൊരു ഗുണ്ടയാണ് നെതന്യാഹു, അതുപോലെ തന്നെ ഇസ്രായേൽ ഭരണകൂടങ്ങളും എല്ലാ പ്രാവശ്യങ്ങളും. അപ്പം ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ ഡ്രോൺ പകർപ്പുകൾ, അതായത് ഇറാൻ്റെ ഷഹീദ് 136 ഡ്രോണുകൾ അമേരിക്കയും ഇസ്രായേലും അനുകരിച്ച് നിർമ്മിക്കുന്നതായിട്ട് ലൂക്കസ് ഡ്രോൺ എന്ന് പേര് നൽകി. ആ ഡ്രോണിന് ലൂക്കസ് ഡ്രോൺ എന്ന് പേര് നൽകി ഇവ ഉപയോഗിച്ച് അയൽ രാജ്യങ്ങളിൽ ആക്രമണം നടത്തുക എന്നൊരു കുറ്റം ഇറാന് മേലെ കെട്ടി വെക്കുന്നതായിട്ടുള്ള ഒരു കാര്യം കൂടെ ഇറാൻ്റെ വിദേശകാര്യ മന്ത്രാലയം ഇപ്പം പുറത്തു വിട്ടിട്ടുണ്ട്. അതായത് അയൽ രാജ്യങ്ങളായിട്ടുള്ള തുർക്കി, കുവൈറ്റ്, ഇറാഖ് എന്നിവിടങ്ങളിൽ ആണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ഡ്രോണുകൾ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത്. ഇത് കണ്ടു കഴിഞ്ഞാൽ അത് ഇറാൻ്റെ ഷാഹിദ് 136 ആണ് എന്ന് തെറ്റിദ്ധരിക്കാനും ഇറാനെതിരെ ഈ രാജ്യങ്ങളെ ആക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അമേരിക്കയും ഇസ്രായേലും ചെയ്യുന്നതായിട്ട് പറയുന്നത്. ഇറാനും അയൽ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കുക, ശത്രുക്കൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഇറാൻ്റെ വിദേശകാര്യ മന്ത്രാലയം ഇപ്പം പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. നമുക്കറിയാം ഇതൊക്കെ ചെയ്യും, ഏത് തേർഡ് റേറ്റ് പരിപാടികളും അമേരിക്കയും ഇസ്രായേലും ചെയ്യും എന്നതിനുള്ള ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. ഇതിപ്പം ഇറാൻ്റെ വിദേശകാര്യ മന്ത്രാലയം മാത്രമല്ല, അമേരിക്കയിലെ തന്നെ പല എന്താ പറയുക വിദഗ്ധർ, മുൻ ഡിഫൻസ് ഉദ്യോഗസ്ഥരൊക്കെ ഇതേ കാര്യം പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതൊരു ഒരു ക്ലോൺ ചെയ്തിട്ട്, അതായത് ഇറാൻ്റെ ഷാഹിദ് ഡ്രോൺ അതുപോലെ ക്ലോൺ ചെയ്തിട്ട് ഇതുപോലെ ഉണ്ടാക്കി അത് വെച്ചിട്ടാണ് പല സ്ഥലത്തോട്ടുള്ള ആക്രമണങ്ങൾ വരുന്നത്. നമുക്ക് അറിയാം തുടക്കം മുതൽ ഗൾഫ് കൺട്രീസിലെ പല സ്ഥലങ്ങളിലും, സൈപ്രസ് പോലത്തെ സ്ഥലങ്ങളിലും ഇറാൻ പറഞ്ഞിട്ടുണ്ട്, ഇറാനല്ല സ്റ്റാർട്ടിങ്ങിൽ പല സ്ഥലത്തോട്ടും ആക്രമണങ്ങൾ നടത്തിയത് അമേരിക്കയും ഇസ്രായേലും തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഈ പുറത്തോട്ട് വരുന്നത്. അമേരിക്കയിലെ പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള കാൻഡിഡ് ഓവൻസും സമാനമായ സംശയം പ്രകടിപ്പിക്കുന്നതായിട്ട് ഉള്ള വീഡിയോസും അയാളുടെ ഡീറ്റെയിൽസും അയാളുടെ പോസ്റ്റുകളൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. ട്രംപ് ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥ സുരക്ഷിതമായ സൈനിക താവളത്തിലേക്ക് മാറുന്നു എന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കിയാണ് ഇസ്രായേൽ ഏതെങ്കിലും രഹസ്യ നീക്കം നടത്തുന്നുണ്ടോ എന്നുകൂടെ അവർ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ എന്താ പറയുക ഇപ്പോൾ ഇതിൻ്റെ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ കാണുന്നതല്ലാതെ ഇതിൻ്റെ പിന്നിൽ നടന്ന ഒരുപാട് കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ ഇനി വരുന്ന യുദ്ധത്തിൻ്റെ ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ആയിരിക്കും നമ്മൾ പെട്ടെന്ന് നെട്ടലോടെ പല കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങൾ ഇറാൻ ഇൻ്റലിജൻസിന് കിട്ടുന്നത് അവരുടെ സപ്പോർട്ടായിട്ട് ഇപ്പം റഷ്യയും അതുപോലെ തന്നെ ചൈനയും ഇൻ്റലിജൻസ് സപ്പോർട്ടും മറ്റ് മിലിറ്ററി സപ്പോർട്ടും അവർക്ക് കിട്ടുന്നുണ്ട് എന്ന് ഇന്നലെ അലി ലാരിജാനി പരസ്യമായിട്ട് തന്നെ അങ്ങനെ ഒരു പ്രസ്താവനയും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മറ്റ് ചില യുദ്ധത്തിൻ്റെ അപ്ഡേറ്റുകൾ. ഇനി നോക്കാം, കുറേ കാര്യങ്ങൾ നടന്നു കാണും. അപ്പോൾ നമ്മൾ രാവിലെ ഇനിയിപ്പോൾ അതിൻ്റെ ഓരോ അപ്ഡേറ്റുകൾ നമുക്ക് കിട്ടും. മാക്സിമം അത് മറ്റുള്ള ആളുകളുടെ അടുത്തോട്ട് എത്തിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ലൈക്കും സപ്പോർട്ടും മാക്സിമം തരിക. ശരി.